Hello students, instead of giving the function to find the Laplace transform, sometimes there may be a rule defining the function f of t or some graphs defining the function f of t. This was a question for your examination. This is the 9th problem in the problem session. Actually the graph is like this. Marked a point C and the graph is on height k. This is the graph. ഇത്രയേ ഉള്ളൂ graph. സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരെ 0 തുടങ്ങി സി വരെ. Then we can define the function f of t. ഈ ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കണം. ഗ്രാഫിൽ തന്നിരിക്കുന്നതാകാം അല്ലെങ്കിൽ ഈ റൂൾ ഉപയോഗിച്ചും പറയാം. f of t ഈക്വൽ ടു എന്നാൽ ഒന്നുകിൽ അത് k ആണ് അല്ലെങ്കിൽ അത് 0 ആണ്. എവിടെയൊക്കെ കാണുന്നത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു t ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിയിൽ k ആണ്. ബാക്കി എല്ലായിടത്തും 0 അതർവൈസ് ടി ഗ്രേറ്റർ ദാൻ 0 നമ്മൾ പറയുന്നുള്ളൂ. അപ്പോൾ ഈ അതർവൈസ് എന്ന് പറഞ്ഞത് ടി ഗ്രേറ്റർ ദാൻ സിയിലാണ്. സി കഴിഞ്ഞ് ഇങ്ങോട്ടുള്ളത് ലെഫ്റ്റ് സൈഡിനെ പറ്റി നമ്മൾ ആലോചിക്കുന്നില്ല. ദെൻ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എ ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ് ബൈ, ഇതിപ്പോൾ ഡയറക്റ്റ് നമുക്ക് ഇക്വേഷൻസിൽ നിന്നും പറ്റത്തില്ല, ഡയറക്റ്റ് ഡെഫിനിഷനിൽ നിന്ന് കണ്ടുപിടിക്കാം. എങ്ങനെയാണ് ട്രാൻസ്ഫോം ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി എഫ് ടി ഡി ടി എന്നാണ്. 0 ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അതിന് നമ്മൾ 0 ടു സി വരെയും സി ടു ഇൻഫിനിറ്റി വരെയും സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇൻ്റഗ്രൽ 0 ടു സി ഇ റേസ് ടു മൈനസ് എസ് ടി എഫ് ടി എന്താ കെ എന്നാണ്. പ്ലസ് ഇൻ്റഗ്രൽ സി ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി എഫ് ടി എന്താ 0 ഡി ടി. അപ്പോൾ ഈ ഭാഗം നമുക്ക് ലാഭമായി 0 ആയി. ഇനി കെ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇ റേസ് ടു മൈനസ് എസ് ടി ഡിവൈഡഡ് ബൈ മൈനസ് എസ് എന്ന് വരും. അതിൽ നമുക്ക് ടിയുടെ വാല്യൂ വേണം, എസിൻ്റെ അല്ല. ടി ഈക്വൽ ടു 0 ടു സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 0 ടു സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ മൈനസ് കെ ബൈ എസ്, മൈനസ് എസിനെ ഞാൻ പുറത്തെടുത്തു. ഇ റേസ് ടു മൈനസ് എസ് സി മൈനസ് ഇ റേസ് ടു എസ് 0 ഇ റേസ് ടു 0 ഇ റേസ് ടു 0 1 ആണ്. അപ്പോൾ നമുക്കിതിനെ വേണേൽ തിരിച്ചെഴുതാം. കെ ബൈ എസ് ഇൻറ്റു 1 മൈനസ് ഇ റേസ് ടു മൈനസ് എസ് സി എന്ന് വേണമെങ്കിൽ എഴുതാം. അപ്പോൾ ഇതേപോലെ ഫംഗ്ഷൻ്റെ റൂൾസ് വന്നിട്ട് ഡിഫൈൻ ട്രാൻസ്ഫോം കണ്ടുപിടിച്ച് കൊടുക്കാൻ ചോദിക്കാം. മറ്റൊരു ക്വസ്റ്റ്യൻ, ഗ്രാഫ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നു. ഇങ്ങനൊരു ട്രയാങ്കുലർ പോർഷൻ കുറച്ച് ഭാഗത്തേക്ക്, പിന്നെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ പോവാണ്. ഈ പോയിന്റ് 1 പോകുന്നു, അധികം ഇല്ല, 2 വരെ ഉള്ളൂ. അപ്പോൾ എത്ര നീട്ടി വരയ്ക്കണ്ട. ഏകദേശം ഇത്ര മതി. ഈ 1 ഈ പോയിന്റ് 2 ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഗ്രാഫ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫംഗ്ഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? 0 തുടങ്ങി 1 വരെ എഫ് ഓഫ് ടി ഈക്വൽ ടു 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആൻഡ് ടി ഗ്രേറ്റർ ദാൻ 2. ഇങ്ങനെ 3 തരത്തിലാണ് വാല്യൂ. 0 ടു 1 ഇത് ഈക്വൽ ആയിട്ടാണ്. ഈ പോയിന്റും തന്നിട്ടുണ്ട്, ഇത് 1. അപ്പോൾ അത് ബൈസെക്ട് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ y ഈക്വൽ ടു എക്സ് എന്നുള്ള ലൈനാണ്. ഇപ്പം ടി ഉപയോഗിക്കുന്നത് ടി ആണ്. പിന്നെ കാണുന്നത് എന്താ? കോൺസ്റ്റൻ്റ് ആണ്. ആ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ 1 ആണ്. പിന്നെ എല്ലാ സ്ഥലത്തും ഒന്നും കാണിച്ചിട്ടില്ല ഫംഗ്ഷൻ. പിന്നെ എല്ലാ സ്ഥലത്തും ഫംഗ്ഷൻ 0 ആണ്. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എഫ് ഓഫ് ടി ഈക്വൽ ടു ദിസ് ഇക്വേഷൻ എൽ ഓഫ് എഫ് ഓഫ് ടി. എൽ ഓഫ് എഫ് ഓഫ് ടി ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 3 തരത്തിൽ ഇൻ്റഗ്രലിൽ വരണം. ഇൻ്റഗ്രൽ 0 ടു 1 ആകുമ്പോൾ ടി ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു എഫ് ടി ഈക്വൽ ടു ടി ഡി ടി പ്ലസ് ഇൻ്റഗ്രൽ 1 ടു 2 ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു 1 ഡി ടി പ്ലസ് ഇൻ്റഗ്രൽ 2 ടു ഇൻഫിനിറ്റി 0 ഡി ടി. അപ്പോൾ അവിടെ നമുക്ക് ലാഭമുണ്ട്. പിന്നെ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ആൻസേഴ്സ് അറേഞ്ച് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഫൈനൽ ആൻസർ
നമുക്ക് അത് ചെയ്യാവുന്നേ ഉള്ളൂ. 1 മൈനസ് e റൈസ് ടു മൈനസ് എസ് മൈനസ് എസ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് 2s ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ എന്ന് കിട്ടും. ഇ റൈസ് ടു മൈനസ് എസ് ടിയും എസ് ടി ഇൻറ്റു ടി, അത് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്ത് ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇത് ഇ റൈസ് ടു എസ് ടി, ഇ റൈസ് ടു മൈനസ് എസ് ടി, ഇ റൈസ് ടു മൈനസ് എസ് ടി ഡിവൈഡ് ബൈ മൈനസ് എസ് നമ്മൾ ഉപയോഗിച്ചാൽ എന്നിട്ട് റീഅറേഞ്ച് ചെയ്യുക. അതാണ് ചെയ്യാനുള്ള മെത്തേഡ്. നമ്മൾ തന്നെ കംപ്ലീറ്റ് ചെയ്യുക. നോട്ട്സിൽ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം അപ്ലൈ ചെയ്യാനുള്ള കുറേ പ്രോബ്ലംസ് ചെയ്തു. അതിനുള്ള കുറേ എക്സ്ട്രാ പ്രോബ്ലംസ് കൂടിയാണ് ഇനി വരുന്നത്. അതാണ് അടുത്ത പ്രോബ്ലംസ് നോട്ട്ബുക്കിൽ തന്നിട്ടുള്ളത്. ഒരു 6 പ്രോബ്ലംസ് തന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ടി സ്ക്വയർ ഇ റൈസ് ടു മൈനസ് 3t ആണ്. ടി സ്ക്വയർ ഇ റൈസ് ടു മൈനസ് 3t നമുക്കറിയാം. എൽ ഓഫ് ടി സ്ക്വയർ കണ്ടുപിടിച്ചിട്ട് വേണം നമുക്കിത് ചെയ്യാൻ. എൽ ഓഫ് ടി സ്ക്വയർ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം 2 ഫാക്ടോറിയലാണ്, 2/s³ ആണ്. അപ്പോൾ എൽ ഓഫ് ടി സ്ക്വയർ ഇ റൈസ് ടു മൈനസ് 3t എന്ന് പറയുന്നത് ഇ റൈസ് ടു എ ടി വരുമ്പം എസിനെ എസ് മൈനസ് എ കൊണ്ട് റീപ്ലേസ് ചെയ്യാം. ഇവിടെ എയുടെ പൊസിഷനിൽ -3 എന്നാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ എഫ് ഓഫ് എസ്. അതിനെ എഫ് ഓഫ് എസ് മൈനസ് എ എന്ന് എഴുതുമ്പോൾ എഫ് ഓഫ് എസ് പ്ലസ് 3 എന്നാകും. -a മൈനസ് 3 ആകുമ്പോൾ സോ ദിസ് ഇസ് 2/s പ്ലസ് 3 ഹോൾ ക്യൂബ്. ഇങ്ങനെ ഒന്ന് ശ്രദ്ധിച്ച് അപ്ലൈ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. രണ്ടാമത്തെ പ്രോബ്ലം ഇ റൈസ് ടു ആൽഫ മൈനസ് ആൽഫ ടി, ഇ റൈസ് ടു മൈനസ് ആൽഫ ടി കോസ് ബീറ്റ ടിയുടെ ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനാണ് എൽ ഓഫ് ഈ സെറ്റിലെ രണ്ടാമത്തെ പ്രോബ്ലം. ആൻഡ് ഇഫ് വി റൈറ്റ് എൽ ഓഫ് കോസ് ബീറ്റ ടി വി ക്യാൻ റൈറ്റ് ദിസ് ട്രാൻസ്ഫോം. എൽ ഓഫ് കോസ് ബീറ്റ ടി വേണമെങ്കിൽ കോസ് ആകുമ്പോൾ എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് കോൺസ്റ്റന്റ് സ്ക്വയർ എസ് സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ നമ്മളുടെ ട്രാൻസ്ഫോം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് ഇ റൈസ് ടു മൈനസ് ആൽഫ ടി കോസ് ബീറ്റ ടിയുടെ ട്രാൻസ്ഫോം വേണമെങ്കിൽ ഇത് എഫ് ഓഫ് പഴയത് എഫ് ഓഫ് എസ്, പിന്നെ നമുക്ക് എഴുതേണ്ടത് എഫ് ഓഫ് എസ് ഇ റൈസ് ടു എ ടി അല്ല, ഇ റൈസ് ടു മൈനസ് ആൽഫ ടി. അപ്പോൾ എഫ് ഓഫ് എസ് പ്ലസ് ആൽഫ ആണ് നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ എസ് പ്ലസ് ആൽഫ ഡിവൈഡഡ് ബൈ എസ് പ്ലസ് ആൽഫ ഹോൾ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ എന്ന് കൊടുക്കുക. മൂന്നാമത് ഒരു പ്രോബ്ലം 3 ഫങ്ഷൻസ് ഉള്ളതാണ്. കോൺസ്റ്റന്റിനെ നമുക്ക് മൂന്നാമതൊരു ഫംഗ്ഷനായിട്ട് കൂട്ടണോ എന്ന് ആലോചിക്കാം. 5 ഇൻറ്റു ഇ റൈസ് ടു 2t ഇൻറ്റു സൈൻ എച്ച് 2t സൈൻ എച്ച് 2t. അതാദ്യമേ നമുക്ക് ലീനിയാരിറ്റി അപ്ലൈ ചെയ്തിട്ട് 5 ഇൻറ്റു എൽ ഓഫ് ഇ റൈസ് ടു 2t സൈൻ എച്ച് 2t എന്ന് എഴുതുന്നതായിരിക്കും നല്ലത്. സൈൻ എച്ച് 2t ഹൈപ്പർബോളിക് ആകുമ്പം എൽ ഓഫ് സൈൻ എച്ച് 2tയുടെ വാല്യൂ കോൺസ്റ്റന്റ് 2 ആണ്. എന്താണ് എന്ന് ആദ്യം എഴുതാം. അത് കോൺസ്റ്റന്റ് 2 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ പോലെ എസ് സ്ക്വയർ മൈനസ് 2 സ്ക്വയർ എസ് സ്ക്വയർ മൈനസ് 4. അപ്പോൾ എൽ ഓഫ് 5 ഇ റൈസ് ടു 2t സൈൻ എച്ച് 2t സൈൻ എച്ച് 2t ഈക്വൽ ടു, ഇപ്പോൾ നമ്മൾ എഴുതിയ ഫംഗ്ഷനെ എഫ് ഓഫ് എസ് എന്ന് വിളിച്ചാൽ 5 കോൺസ്റ്റന്റ് ആണ്. ഇനി എഴുതേണ്ടത് എഫ് ഓഫ് എസ് മൈനസ് 2 ആണ്. എഫ് ഓഫ് എസ് മൈനസ് 2 ആണ്. അതായത് നമുക്ക് 5 ഇൻറ്റു എഫ് ഓഫ് എസ് മൈനസ് 2 എഴുതുമ്പോൾ 2 ഡിവൈഡഡ് ബൈ എസ് മൈനസ് 2 ഹോൾ സ്ക്വയർ മൈനസ് 4 എന്ന് എഴുതേണ്ടി വരും. 5 ഇൻറ്റു 2 10 ഡിവൈഡഡ് ബൈ എസ് മൈനസ് 2 ഹോൾ സ്ക്വയർ, ദാറ്റ് വിൽ ബി ദ ആൻസർ. 10 ഡിവൈഡഡ് ബൈ എസ് മൈനസ് 2 ഹോൾ സ്ക്വയർ മൈനസ് 4. ഇതുപോലെ തന്നെ ചെയ്യാവുന്ന ഒരു പ്രോബ്ലം ആണ് 2 ഇ റൈസ് ടു മൈനസ് ടി കോസ് സ്ക്വയർ 1/2tയുടെ ട്രാൻസ്ഫോം. 2 ഇ റൈസ് ടു മൈനസ് ടി കോസ് സ്ക്വയർ 1/2t. ഇതിൻ്റെ ട്രാൻസ്ഫോം കണ്ടുപിടിക്കണമെങ്കിൽ ലീനിയാരിറ്റി അപ്ലൈ ചെയ്യാം. 2 കോൺസ്റ്റന്റ് ഒക്കെ എടുക്കാം. ഇവിടെ എക്സ്പോണൻഷ്യലാണ്. അപ്പോൾ കോസ് സ്ക്വയർ 1/2tയുടെ അല്ലെ കോസ് സ്ക്വയർ t/2ന്റെ ട്രാൻസ്ഫോം ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിങ്ങനെ പവേഴ്സിൻ്റെ ഒന്നും ഇല്ല ട്രിഗ്നോമെട്രിക്കിൽ. അപ്പോൾ അതിനെ മാറ്റാൻ ശ്രമിക്കാം. എൽ ഓഫ് കോസ് സ്ക്വയർ t/2 എന്ന് പറയുന്നത് 1 പ്ലസ് കോസ് ടി ഹോൾ ഡിവൈഡഡ് ബൈ 2 ആണല്ലോ.
അപ്പോൾ 1/2 ഇൻറ്റു എൽ ഓഫ് 1 പ്ലസ് 1/2 ഇൻറ്റു കോമൺ എൽ ഓഫ് കോസ്റ്റി. എൽ ഓഫ് കോസ്റ്റിയേ ഉള്ളൂ. എൽ ഓഫ് 1 1/s ആണ്. 1/2 കോമൺ 1/s പ്ലസ് എൽ ഓഫ് കോസ്റ്റി. കോസ്റ്റി ആയതുകൊണ്ട് s/s² പ്ലസ് 1. കോൺസ്റ്റന്റ് 1 ആണ്. s/s² പ്ലസ് 1 എന്ന് എഴുതാം. കോമൺ ഡിനോമിനേറ്റർ ഒക്കെ എടുത്തിട്ട് വേണം ചെയ്യാൻ കേട്ടോ. 1/2 കോമൺ s ഇൻറ്റു s² പ്ലസ് 1 s ഇൻറ്റു s² പ്ലസ് 1 കോമൺ. അപ്പോൾ പൊക്കത്തിൽ s² പ്ലസ് 1 അടുത്തത് s ഇൻറ്റു s വേണ്ടി വരും. s². 2s² പ്ലസ് 1 2s² പ്ലസ് 1 ഹോൾ ഡിവൈഡ് ബൈ 2s ഇൻറ്റു s² പ്ലസ് 1 എന്നാണെങ്കിൽ ഇതിനെ എഴുതാം. ദിസ് ഈസ് അവർ എഫ് ഓഫ് എസ്. ഇനി എൽ ഓഫ് 2e raised to minus t cos square 1/2t. First we use the linearity property. 2 times L of e raised to minus t cos square 1/2t എന്ന് എഴുതാം. ഇനി cos square 1/2t ട്രാൻസ്ഫോം ഉള്ളതുകൊണ്ട് 2 times അത് എഫ് ഓഫ് എസ് എന്ന് വിളിച്ചാൽ എഫ് ഓഫ് e raised to minus t ആയതുകൊണ്ട് a equal to -1 f of s plus 1. പഴയതിരിക്കുന്നതിൽ എസിന് പകരം s plus 1 കൊടുക്കാം. അപ്പോൾ 2 times 2 into s plus 1 whole square plus 1 divided by 2 into എസിന് പകരം s plus 1. ആദ്യത്തെ എസിന് പകരം സ്ക്വയർ പ്ലസ് 1 s plus 1 whole square plus 1 എന്ന് റീപ്ലേസ് ചെയ്യേണ്ടി വരും. ഇവിടെ റീഅറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്താലും വലിയ പ്രയോജനമൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഈ 2ഉം കൂടെ ക്യാൻസൽ ചെയ്യാം. ഡിനോമിനേറ്ററിൽ കോമൺ 2 ആണ്. ഇത് 2 ടൈംസ് എഫ് ഓഫ് എസ് പ്ലസ് 1. അപ്പം അങ്ങനെ ഒരു ക്യാൻസലേഷൻ ഒഴികെ വേറെ വലിയ സിംപ്ലിഫിക്കേഷൻസിന് അർത്ഥമൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ആൻസർ വേണമെങ്കിൽ കംപ്ലീറ്റ് ആക്കി ഉറപ്പിക്കാം. അതിനെ തന്നെ പലതരത്തിലൊക്കെ എഴുതാം. ഈ സിംപ്ലിഫിക്കേഷൻ ചെയ്യാതെ ഇവിടെ കൊണ്ട് എഫ് ഓഫ് എസിനെ ഫിക്സ് ചെയ്തിട്ട് അവിടെ എസിന് പകരം എസ് പ്ലസ് 1 റീപ്ലേസ് ചെയ്താണ് ബുക്കിൽ എഴുതിയിരിക്കുന്നത്. ഇനി e raised to t into t plus 1 whole square ആണ് മറ്റൊരു പ്രോബ്ലം. t plus 1 whole squareന്റെ ട്രാൻസ്ഫോം അറിയാമെങ്കിൽ L of e raised to, this was the 5th problem, then 6th one, L of e raised to t into t plus 1 whole square. t plus 1 whole squareന്റെ ട്രാൻസ്ഫോം L of t plus 1 whole square equal to L of t plus 1 whole square t square plus 2t plus 1 എന്ന് എഴുതുക. അപ്പോൾ L of t square plus 2 into L of t plus L of 1 എന്ന് എഴുതി ട്രാൻസ്ഫോം കണ്ടുപിടിക്കാം. ഇത് 2/s³. അടുത്തത് 2 into L of t 2 into 1/s plus 2 into 1/s² L of t 1/s², then 1/s. L of 1 is 1/s. എസിന്റെ പവർ ഒന്നുകൂടെ കൂടും. t² t³ ട്രാൻസ്ഫോം കണ്ടുപിടിക്കും. ഇത് വേണമെങ്കിൽ നമുക്ക് കോമൺ ഡിനോമിനേറ്റർ s³ എടുത്തിട്ട് എഴുതാം. L of t plus 1 whole square 2 plus 2s plus s² divided by s³ എന്ന് കിട്ടും. L of e raised to t into t plus 1 whole square എഴുതാൻ ഇത് f of s എന്നിരിക്കട്ടെ. ഇനി നമുക്ക് ചെയ്യേണ്ടത് e raised to t. അപ്പോൾ f of s minus 1 ആണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളുടെ ആൻസർ 2 plus 2 into s minus 1 plus s minus 1 whole square divided by s minus 1 whole cube എന്നായിരിക്കും. വേറെ പ്രോബ്ലം അതിൻ്റെ അകത്ത് സൈൻ എച്ച് ടി കോസ്റ്റിയുടെ ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനാണ്. അതിനുവേണ്ടി സൈൻ എച്ച് ടി ഇങ്ങനെ എഴുതും: e raised to t minus e raised to minus t divided by 2 സൈൻ എച്ച് ടി കോസ്റ്റി. അപ്പോൾ ദിസ് മച്ച് ഇൻറ്റു കോസ്റ്റി എന്നാണ്. e raised to t by 2 ഇൻറ്റു കോസ്റ്റി മൈനസ് e raised to minus t by 2 ഇൻറ്റു കോസ്റ്റി. ദെൻ ട്രാൻസ്ഫോം ഓഫ് സൈൻ എച്ച് ടി കോസ്റ്റി ക്യാൻ ബി ഫൗണ്ട് ബൈ 1/2 ഇൻറ്റു എൽ ഓഫ് e raised to t കോസ്റ്റി മൈനസ് 1/2 ഇൻറ്റു എൽ ഓഫ് e raised to minus t
കോസ് ടി രണ്ടിടത്തും ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കണം. ബാക്കി നിങ്ങൾക്ക്